ഞങ്ങളിന്ന് സൺഡേ ആയിട്ടേ ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ സന്യയുടെ ഒരു അഭിപ്രായം നല്ല ഷവായി കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഇന്ന് അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, പക്ഷെ ഞെട്ടെന്നാണ് സന്യ പറയുന്നത്. നോക്കട്ടെ എത്രത്തോളം ഞെട്ടും, എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ എറണാകുളം പോകുന്ന വഴി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നല്ല വെട്ടം വെളിച്ചത്തിൽ കാണാൻ പറ്റും കേട്ടോ. സ്മോക്കിംഗ് ഷവായി, നല്ല ആംബിയൻസ് കേട്ടോ, അടിപൊളിയാണ്. കയറുന്നതിൻ്റെ ഇടത് വശത്തായിട്ട് നല്ല ചിക്കനൊക്കെ കിടന്നിങ്ങനെ തിരിയുന്ന കാണാം. ബാക്കി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷം. ഇനി ഏത് ഷവായി വേണമെന്നുള്ള സംശയത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെയിറ്ററും എടുക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അവസാനം മസാല ഷവായിലും പെരി പെരി ഷവായിലും ഞങ്ങൾ എത്തിപ്പെട്ടു. വന്നു മോനെ വന്നു. നല്ല പെരി പെരി ഷവായും മസാല ഷവായും കുബൂസും ഒരു പ്ലേറ്റിൽ തന്നെ. അഡീഷണലായിട്ട് നമ്മൾ റൊമാലിയൻ റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ വെജിറ്റബിൾ സലാഡും ഡിപ്പും ഉണ്ട്. സംഭവം കോമ്പിനേഷൻ കൊള്ളാം, അടിപൊളിയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങട്ടെ. റുമാലിയൻ റൊട്ടി മസാലയിൽ മുക്കി കഴിക്കാനുള്ള മസാലയൊക്കെ നമ്മുടെ മസാല ഷവായിലുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങോട്ട് എടുത്ത് പതുക്കെ നമ്മുടെ ഡിപ്പിൽ ഒന്നിങ്ങോട്ട് തൊട്ടിങ്ങോട്ട് എടുത്ത് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്നോ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു, കൂടെ പെപ്സി പറഞ്ഞു. പെപ്സി ഇതിന് നല്ല കോമ്പിനേഷൻ കേട്ടോ. എന്തായാലും നമ്മൾ പോകുമ്പോൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ നന്നായിട്ടോ. ഇന്നത്തെ ഷവായി സൂപ്പറായിരുന്നു. തന്നെ നിന്റെ അഭിപ്രായം എന്താ? നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷവായി? ഞങ്ങളൊരു ഫുഡ് ബ്ലോഗറുടെ ഒരു വ്ളോഗ് കണ്ടിട്ട് പോയതായിരുന്നു. പക്ഷെ ഞങ്ങൾ മുന്നേ ആക്ച്വലി അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് പോയപ്പോഴാണ് ആ സെയിം ഷോപ്പാണ് മനസ്സിലായത്. നൈസ്. ഡൂഡോ ഒക്കെ ഭക്ഷണം കഴിച്ചൊരു സൈഡായിരിക്കുന്നു. എന്തായാലും എല്ലാവരും തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ നല്ല ഷവായി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ. ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ.